നമുക്ക് പ്രാർത്ഥിക്കാം. ഇങ്ങനെ അവർ ദൈവത്തിൻ്റെ ന്യായപ്രമാണ പുസ്തകം തെളിവായി വായിച്ചു കേൾപ്പിക്കുകയും വായിച്ചത് ഗ്രഹിപ്പാൻ തക്കവണ്ണം അർത്ഥം പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. സ്നേഹനിധിയായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അന്ന് നീർവാതിലിന് മുമ്പിലുള്ളതായ പ്രസംഗപീഠത്തിൽ എസ്രാ ശാസ്ത്രി എഴുന്നേറ്റ് നിന്ന് അവിടുത്തെ ന്യായപ്രമാണ പുസ്തകം തുറന്ന് വായിച്ചപ്പോൾ സ്ത്രീകളും പുരുഷന്മാരും കേൾക്കാൻ ഗ്രഹിപ്പാൻ പ്രാപ്തിയുള്ള എല്ലാവരും രാവിലെ മുതൽ സന്ധ്യ വരെ അവിടുത്തെ തിരുവചനം വായിച്ച് കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുകയും അവരെല്ലാവരും കവിണ്ണു വീണ് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുകയും ചെയ്തതായി ഞങ്ങൾ അവിടുത്തെ തിരുവചനത്തിൽ കാണുന്നു. കർത്താവേ, ഇന്ന് ഈ സമയത്ത് ഞങ്ങൾ അവിടുത്തെ തിരുവചനത്തിൻ്റെ കീഴിലായിരിക്കുമ്പോൾ ഏതാത്മാവിനാൽ ഈ വചനം എഴുതപ്പെട്ടുവോ അതേ ആത്മാവിനാൽ ധ്യാനിപ്പാൻ, പഠിക്കുവാൻ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ ശുശ്രൂഷയിലായിരിക്കുന്ന ഞങ്ങളെല്ലാവരും അങ്ങയാൽ അനുഗ്രഹം പ്രാപിച്ചവരായി തീരുവാൻ സംഗതിയാകണമേ. നിസ്സാരനായ അടിയനെയും വിനയത്തോടെ അവിടുത്തെ കരങ്ങളിൽ താഴ്ത്തി ഏൽപ്പിക്കട്ടെ. എല്ലാ മഹത്വവും അവിടുന്ന് മാത്രം എടുക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമേൻ. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരിക്കൽ കൂടെ ദൈവവചനത്തിൻ്റെ കീഴിലായിരിക്കാൻ ദൈവം നമ്മെ സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ന്യായവിധി എന്ന ഒരു വിഷയത്തെക്കുറിച്ച് കഴിഞ്ഞ ചില മാസങ്ങളായി നാം ചിന്തിച്ച് പോരുകയാണ്. ന്യായം വിധിക്കുവാനായി ദൈവം സ്ഥാപിക്കുന്നതായ 3 സിംഹാസനങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ സിംഹാസനമായ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചിന്തിച്ച് പോന്നത്. ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൽ ആരാണ് ന്യായാസനത്തിൽ ഇരിക്കുന്നത്? ആ ന്യായാസനത്തിന് മുമ്പിൽ ആരെല്ലാമാണ് ഉണ്ടായിരിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് ആ ന്യായാസനം സ്ഥാപിക്കുന്നത്? എപ്പോഴാണ്, എവിടെയാണ് ആ സിംഹാസനം ന്യായവിധിക്കായി സ്ഥാപിക്കുന്നത് എന്നീ കാര്യങ്ങൾ എന്തെല്ലാമാണ് പ്രതിഫലമായി അവിടെ നൽകുന്നത് എന്നെല്ലാമാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം ചിന്തിച്ചു പോകുന്നത്. ഇന്ന് രണ്ടാമത്തെ സിംഹാസനമായ തേജസ്സിൻ്റെ സിംഹാസനത്തെക്കുറിച്ച് നാം ചിന്തിക്കുവാനായിട്ട് ആരംഭിക്കുകയാണ്. അതിനാധാരമായി മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 31 മുതൽ 46 വരെയുള്ളതായ വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 31 മുതൽ 46 വരെയുള്ളതായ വാക്യങ്ങൾ. മനുഷ്യപുത്രൻ തന്റെ തേജസ്സോടെ സകല വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ അവൻ തന്റെ തേജസ്സിന്റെ സിംഹാസനത്തിലിരിക്കും. സകല ജാതികളെയും അവന്റെ മുമ്പിൽ കൂട്ടും. അവൻ അവരെ ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ വേർതിരിച്ച് ചെമ്മരിയാടുകളെ തൻ്റെ വലത്തും കോലാടുകളെ ഇടത്തും നിർത്തും. രാജാവ് തൻ്റെ വലത്തുള്ളവരോട് അരുളി ചെയ്യും, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ,
ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവിൻ. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു. ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നു. ഞാൻ അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടു. നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കാൺമാൻ വന്നു. തടവിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നു. അതിന് നീതിമാന്മാർ അവനോട്, കർത്താവെ, ഞങ്ങൾ എപ്പോൾ നിന്നെ വിശന്ന് കണ്ടിട്ട് ഭക്ഷിപ്പാൻ തരികയോ ദാഹിച്ചു കണ്ടിട്ട് കുടിപ്പാൻ തരികയോ ചെയ്തു? ഞങ്ങൾ എപ്പോൾ നിന്നെ അതിഥിയായി കണ്ടിട്ട് ചേർത്തുകൊള്ളുകയോ നഗ്നനായി കണ്ടിട്ട് ഉടുപ്പിക്കുകയോ ചെയ്തു? നിന്നെ രോഗിയായിട്ടോ തടവിലോ എപ്പോൾ കണ്ടിട്ട് ഞങ്ങൾ നിന്റെ അടുക്കൽ വന്നു എന്ന് ഉത്തരം പറയും? രാജാവ് അവരോട്, എൻ്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്തെടുത്തോളം എല്ലാം എനിക്ക് ചെയ്തു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് അരുളി ചെയ്യും. പിന്നെ അവൻ എടുത്തുള്ളവരോട്, ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ട് പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നില്ല. ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നില്ല. അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടില്ല. നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല. രോഗിയും തടവിലുമായിരുന്നു, നിങ്ങൾ എന്നെ കാൺമാൻ വന്നില്ല എന്ന് അരുളി ചെയ്യും. അതിനവർ, കർത്താവെ, ഞങ്ങൾ നിന്നെ വിശക്കുന്നവനോ ദാഹിക്കുന്നവനോ അതിഥിയോ നഗ്നനോ രോഗിയോ തടവിലോ ആയി എപ്പോൾ കണ്ട് നിനക്ക് ശുശ്രൂഷ ചെയ്യാതിരുന്നു എന്ന് ഉത്തരം പറയും. അവൻ അവരോട്, ഈ ഏറ്റവും ചെറുവരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്യാഞ്ഞേടത്തോളമെല്ലാം എനിക്കാകുന്നു ചെയ്യാഞ്ഞത് എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് ഉത്തരമരുളും. അവർ നിത്യദണ്ഡനത്തിലേക്കും നീതിമാന്മാർ നിത്യജീവനിലേക്കും പോകും. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. തേജസ്സിന്റെ സിംഹാസനത്തിലെ ന്യായവിധിയെക്കുറിച്ച് കർത്താവ് തന്നെ നേരിട്ട് പറഞ്ഞിരിക്കുന്നതായ വേദഭാഗമാണ് നാം ഇപ്പോൾ വായിച്ച് കേട്ടത്. ഈ വേദഭാഗം വെച്ചുകൊണ്ട് ഒരു 3 ചോദ്യങ്ങൾ ഈ വേദഭാഗത്തോട് ചോദിച്ച് അതിൻ്റെ ഉത്തരം കണ്ടെത്തിയാൽ ഏറെക്കുറെ ഈ വിഷയം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഒന്ന്, എപ്പോഴാണ് തേജസ്സിൻ്റെ സിംഹാസനം ന്യായവിധിക്കായി സ്ഥാപിക്കുന്നത്? 2, ആരൊക്കെയാണ് ഈ സിംഹാസനത്തിന് മുൻപിൽ വരുന്നത്? 3, ആരാണ് ഈ സിംഹാസനത്തിൽ ഇരിക്കുന്നത്? ഇങ്ങനൊരു 3 ചോദ്യങ്ങൾ ഈ വേദഭാഗത്തോട് ചോദിച്ച് നാം ശ്രദ്ധയോടെ വായിച്ച് ഉത്തരം കണ്ടെത്തിയാൽ ഏറെക്കുറെ ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് ഏതാണ്ട് മനസ്സിലാക്കുവാൻ സാധിക്കും. ഒന്നാമത്തെ ചോദ്യം, എപ്പോഴാണ് ഈ സിംഹാസനം ന്യായവിധിക്കായി സ്ഥാപിക്കുന്നത്? എപ്പോൾ? 1-ാം വാക്യത്തിലുണ്ട്, ആദ്യത്തെ 31-ാം വാക്യത്തിലുണ്ട്, മനുഷ്യപുത്രൻ തൻ്റെ തേജസ്സോടെ സകല വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ അവൻ തൻ്റെ തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരിക്കും. 1-ാം വാക്യത്തിൽ കൃത്യമായ അതിൻ്റെ ഉത്തരവുണ്ട്. മനുഷ്യപുത്രൻ തൻ്റെ തേജസ്സോടെ സകല വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ. ഇപ്പം വിശദീകരണം ആവശ്യമുള്ളതാണ്, ഞാൻ വിശദീകരണത്തിലേക്ക് വന്നുകൊള്ളാം. 2-ാമത്തെ ചോദ്യം, ആരൊക്കെയാണ് ഈ സിംഹാസനത്തിന് മുൻപിൽ വരുന്നത്? ആരൊക്കെയാണ്? ചില പേരുകൾ വിശേഷിപ്പിക്കുന്നുണ്ട്. ഈ സിംഹാസനത്തിന് മുമ്പിൽ ആരൊക്കെയാണ്? പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ട്. അവരാരാ? ആരാ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെന്ന് പറയുന്നത്? നീതിമാന്മാരെന്ന് പറയുന്നുണ്ടല്ലേ. തൻ്റെ മുമ്പിൽ നിൽക്കുന്നവര് ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ വേർതിരിച്ച് ചെമ്മരിയാടുകളെ തൻ്റെ വലത്തും കോലാടുകളെ ഇടത്തും. അപ്പോൾ ഇടത്ത് നിൽക്കുന്ന ഒരു കൂട്ടരുണ്ട്, വലത്ത് നിൽക്കുന്ന ഒരു കൂട്ടരുണ്ട്. വലത്ത് നിൽക്കുന്നവരെ വിശേഷിപ്പിക്കുന്നത് നീതിമാന്മാരെന്നാണ്. നീതിമാന്മാർ.
37 വാക്യം പറഞ്ഞിട്ട് അതിന് നീതിമാന്മാർ അവനോട്, വലത്തുള്ളവര്. അതിന് നീതിമാന്മാർ അവനോട്, കർത്താവേ. മതി. അപ്പോൾ ഞാൻ പറയുന്നത് ആരൊക്കെയാണ് ഈ സിംഹാസനത്തിൽ നിൽക്കുന്നത്? ഒന്ന് ഈ ഇടത്തുള്ളവര്, അവരെ ഇടത്തുള്ളവർ എന്ന് തന്നെ പറയുന്നത്. 2 നീതിമാന്മാർ. 3 ഒരു കൂട്ടർ കൂടെ ഉണ്ട്. ആരാണ്? ഈ ഏറ്റവും ചെറിയവര്, ഏറ്റവും ചെറിയവര്. ഇങ്ങനെ 3 കൂട്ടം ആളുകളാണ് ഈ സിംഹാസനത്തിന് മുമ്പിൽ വരുന്നത്. ആരൊക്കെയാണ്? ഇടത്തുള്ളവർ, വലത്തുള്ളവർ, ഈ ഏറ്റവും ചെറിയവർ. അതും അല്പം വിശദീകരണം ആവശ്യമുള്ള ഒരു വേദഭാഗമാണ്, വിഷയമാണ്. ഞാനതിലേക്ക് വന്നുകൊള്ളാം. ഒന്ന് നമ്മുടെ മനസ്സിൽ ആ പിച്ച് നിന്ന് പതിയാൻ വേണ്ടിയാണ്. എപ്പോഴാണ് ഈ സിംഹാസനം സ്ഥാപിക്കുന്നത്? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യക്ഷതയെങ്കിൽ. ക്രിസ്തുവിൻ്റെ മടങ്ങിവരവിന് 2 ഘട്ടങ്ങളുണ്ട്, 2 പതനങ്ങൾ എന്ന് പറയുന്നത്. പതനങ്ങൾ. ആദ്യത്തെ മടങ്ങിവരവ് രഹസ്യവരവ്, മധ്യാകാശ വരവ് എന്ന് പറയുന്നത്. ഭൂമിയിലേക്ക് വരില്ല. മധ്യാകാശ വരവ്. അന്ന് വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേറ്റ് മധ്യാകാശത്തേക്ക് എടുക്കപ്പെടും. രഹസ്യവരവ് ആദ്യത്തെ 1-ാം പതനം. 2-ാമത്തെ പതനമാണ് മഹത്വ പ്രത്യക്ഷത. കർത്താവ് തൻ്റെ സകല വിശുദ്ധദൂതന്മാരുമായി തേജസ്സോടെ വരുന്ന മഹത്വ പ്രത്യക്ഷത, ഗ്ലോറിയസ് അപ്പിയറൻസ്. അന്നാണ് തേജസ്സിന്റെ സിംഹാസനം ന്യായവിധിക്കായി സ്ഥാപിക്കുന്നത്. ആ സിംഹാസനത്തിന് മുമ്പിൽ ഇടത്തുള്ളവർ എന്ന് പറഞ്ഞ ഒരു കൂട്ടം ആളുകളുണ്ട്, വലത്തുള്ളവർ എന്ന് പറഞ്ഞൊരു കൂട്ടം ആളുകളുണ്ട്, ഈ ചെറിയവരിൽ ഒരുത്തൻ എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. 3-ാമത്തെ ചോദ്യം, ആരാണ് ഈ സിംഹാസനത്തിൽ ഇരിക്കുന്നത്? ആരാണ് ഈ സിംഹാസനത്തിൽ ഇരിക്കുന്നത്? കർത്താവായ യേശു ക്രിസ്തു. കർത്താവായ യേശു ക്രിസ്തു. 31 വാക്യം തന്നെ ഉണ്ട്. അവൻ തൻ്റെ തേജസ്സിൻ സിംഹാസനത്തിൽ ഇരിക്കും. ഇങ്ങനെ ഈ 3 ചോദ്യങ്ങൾക്ക് ഉത്തരം നാം ഒന്ന് വിശദമായി കണ്ടെത്തിയാൽ നമുക്ക് ഈ വിഷയം പഠിക്കുവാനായിട്ട് സാധിക്കും. അത് ഓരോന്നോരോന്നോട്ട് ചിന്തിക്കാൻ പോവുകയാണ്. എപ്പോഴാണ് ഈ സിംഹാസനം ന്യായവിധിക്കായി സ്ഥാപിക്കുന്നത്? കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചിന്തിക്കുകയുണ്ടായി. കർത്താവായ യേശുക്രിസ്തു മടങ്ങി വന്ന് തൻ്റെ മധ്യാകാശ വരവിങ്കൽ വിശുദ്ധന്മാർ ഈ ഭൂമിയിൽ നിന്നെടുക്കപ്പെടും. മധ്യാകാശത്ത് ക്രിസ്തുവും വിശുദ്ധന്മാരുമായുള്ള കല്യാണ മഹോത്സവമാണ്, കുഞ്ഞാടിൻ്റെ കല്യാണം. പാട്ട് പാടാറുണ്ട്. മധ്യാകാശത്ത് മണിപ്പന്തലിൽ നാം പാടാറുണ്ട്. ഒരു കല്യാണ മഹോത്സവം 7 വർഷം. ആ സമയത്താണ് കർത്താവിൻ്റെ ന്യായാസനം സ്ഥാപിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങൾ ചിന്തിച്ചതാണ്. എന്നാൽ ആ മധ്യാകാശത്ത് ആ മഹല സന്തോഷവേളയിൽ വലിയ സന്തോഷം, ആർക്കും വർണ്ണിക്കാൻ കൂടെ കഴിയാതെ വണ്ണമുള്ള ആ മഹൽ സന്തോഷനാൾ, വലിയ സന്തോഷനാൾ, എല്ലാവരും സന്തോഷിക്കുന്നതായ നാൾ, ഓരോരുത്തരുടെ പേര് വിളിച്ച് അവരവർക്ക് പ്രതിഫലങ്ങൾ നൽകുമ്പോൾ എല്ലാവരും സന്തോഷിക്കുന്നതായ നാൾ. അവിടെ ഒരാളെ വിളിച്ച് ഇച്ചിരി നല്ല പ്രതിഫലം കൊടുക്കുമ്പോൾ, അയ്യോ അവനല്ലോ ഇന്നയാക്കല്ലേ കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ എനിക്കൊന്നും കിട്ടിയില്ലോ, നിരാശ, അങ്ങനെയുള്ളതൊന്നുമില്ല. എല്ലാവരും സന്തോഷിക്കുകയാണ്. കാരണം വിശുദ്ധന്മാരുടെ ഗണം മാത്രമാണ് അവിടെ സമ്മേളിക്കുന്നത്. ഒരാൾ മാനിക്കപ്പെടുമ്പോൾ
ആ മാനിക്കപ്പെടുന്ന അംഗീകരിക്കപ്പെടുന്ന ആളിനേക്കാൾ അധികം സന്തോഷിക്കുന്നത് ആ സഭയിലിരിക്കുന്നവരായിരിക്കും. അതാണ് സ്വർഗീയ സഭയുടെ പ്രത്യേകത. ദൈവത്തിന് സ്തോത്രം. ആ സമയത്ത് ആ മധ്യാകാശത്ത് ആ മഹൽ സമ്മേളനം നടക്കുമ്പോൾ ഈ ഭൂമിയിൽ എതിർ ക്രിസ്തുവിൻ്റെ ഭരണകാലമായിരിക്കും. 2 യുഗങ്ങൾ ആ കാലയളവിലുണ്ട്. ഒന്ന് ഉപദ്രവകാല യുഗമെന്നും 2 മഹോപദ്രവകാല യുഗമെന്നും വിശേഷിപ്പിക്കുന്ന 2 കാലങ്ങൾ, 2 യുഗങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടാകും. 7 വർഷം, 3.5 വർഷം വീതമുള്ള 2 ഭാഗങ്ങൾ. അങ്ങനെ ഈ ഭൂമിയിൽ എതിർ ക്രിസ്തു ഭരണം നടത്തുമ്പോൾ ആദ്യത്തെ പകുതി എന്ന് പറയുന്ന 3.5 വർഷം യഹൂദനെ എടുത്ത് തോളിൽ വയ്ക്കും. ഈ ആന്റിക്രൈസ്റ്റ്, ഈ മൃഗം, എതിർ ക്രിസ്തു, വാസ്തവത്തിൽ ആ നാളുകളിൽ ഭൂമിയിൽ ഭരിക്കുന്നത് പൈശാചിക തൃത്വം എന്ന് പറയും. പൈശാചിക തൃത്വം. ദൈവത്തിന് തൃത്വം പോലെ തന്നെ ഈ പിശാചിനും തൃത്വമുണ്ട്. സാത്താൻ എന്ന പഴയ പാമ്പ്, കള്ളപ്രവാചകൻ എന്ന ഒരു നേതാവ്, കള്ളപ്രവാചകൻ, മൃഗം എന്ന രാഷ്ട്രീയ നേതാവ്, ഭരണാധികാരി. സാത്താനും പിശാചും എന്ന പഴയ പാമ്പ്, മൃഗം എന്ന ഭരണാധികാരി, ആന്റിക്രൈസ്റ്റ് രാഷ്ട്രീയ നേതാവ്, കള്ളപ്രവാചകൻ. ഇങ്ങനെ 3 പൈശാചിക തൃത്വങ്ങളാണ് ഭരണം നടത്തുന്നത്. ആദ്യത്തെ പകുതി അവർ യഹൂദനെ തോളത്ത് വെച്ച് നടക്കും. അവരെ ദൈവാലയം പണിത് കൊടുക്കും. എല്ലാം ചെയ്ത് അവനെ അങ്ങ് വാനോളം പുകഴ്ത്തി തോളിൽ വെച്ച് നടത്തും. എന്നാൽ ഉപദ്രവകാലം, ആ കാലത്ത് കൈവിടപ്പെട്ടു പോകുന്ന സഭയ്ക്കാണ് പീഡനം ഉണ്ടാകുന്നത്. കൈവിടപ്പെട്ടു പോകുന്ന സഭ, തള്ളപ്പെട്ടു പോകുന്നതായ സഭ പീഡിപ്പിക്കപ്പെടും. ആ സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി എന്നും അവിടെ അവളെ പോറ്റേണ്ടതിന് 1 കാലം, 2 കാലം, അരക്കാലം, ഇങ്ങനെ ഒരു കാലം ഒക്കെ നാം വെളിപ്പാട് 12 കാണുന്നു. അതിലേക്ക് പോകുന്നില്ല ഇപ്പോൾ, പിന്നെ നമുക്ക് ചിന്തിക്കാം. ആദ്യത്തെ പകുതി എതിർ ക്രിസ്തുവിനാൽ കൈവിടപ്പെട്ടു പോകുന്ന സഭ പീഡിപ്പിക്കപ്പെടും. ഒടുവിലത്തെ പകുതിയിലേക്ക് വരുമ്പോൾ യഹൂദൻ പീഡിപ്പിക്കപ്പെടും. അന്നു മുതൽ ഇന്നു വരെ ലോകത്തിൽ ഉണ്ടായിട്ടില്ലാത്തതുപോലുള്ള വലിയ പീഡനം, വലിയ ഉപദ്രവം യഹൂദൻ നേരിടും. അതൊക്കെ നാം വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നുണ്ട്. ദാനിയേൽ പ്രവചനത്തിലും മറ്റ് പല പുസ്തകങ്ങളിൽ നാം കാണുന്നുണ്ട്. യഹൂദൻ വളരെ ക്രൂരമായി പീഡിപ്പിക്കപ്പെടും ഒടുവിലത്തെ പകുതി. അങ്ങനെ യഹൂദൻ എതിർ ക്രിസ്തുവിനാൽ പീഡിക്കപ്പെടുമ്പോൾ, എതിർ ക്രിസ്തുവിൻ്റെ ഭരണം നടക്കുമ്പോൾ, വിശുദ്ധ നഗരത്തെ 42 മാസം ജാതികൾ ചവിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 42 മാസം എന്ന് പറയുന്നത് 3.5 വർഷം. 42 മാസം 3.5 വർഷം. ജാതികൾ 3.5 വർഷം വിശുദ്ധ നഗരമായ യെരുശലേമിനെ ചവിട്ടും. യഹൂദൻ ഭയങ്കരമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ ദൈവസന്നിധിയിൽ നിൽക്കുന്നവർ എന്നറിയപ്പെടുന്ന 2 പുരുഷന്മാർ, 2 വ്യക്തികൾ ഇറങ്ങി വരികയും, ഓർക്കണം, യഹൂദൻ പീഡിപ്പിക്കപ്പെടുന്നതായ സമയത്ത് ദൈവസന്നിധിയിൽ നിൽക്കുന്നവർ എന്ന് പറയപ്പെടുന്ന 2 വ്യക്തികൾ ഇറങ്ങി വരികയും പീഡയേറ്റ് തകരുന്നതായ ഇസ്രായേലിനോട് നിങ്ങൾ കൊന്നുകളഞ്ഞത് മശിഹായെയാണെന്ന് അവരെ അറിയിക്കുകയും അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും അത് തെളിയിച്ചു കൊടുക്കുകയും ചെയ്യും. ആ കാര്യമാണ് വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം 3 മുതൽ 12 വരെയുള്ളതായ വാക്യങ്ങളിൽ നാം വായിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം 3 മുതൽ 12 വരെയുള്ളതായ വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. അന്ന് ഞാൻ എൻ്റെ 2 സാക്ഷികൾക്കും വരം നൽകും. അവർ 2 ഉടുത്തും കൊണ്ട്
1260 ദിവസം പ്രവചിക്കും. അവർ ഭൂമിയുടെ കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുന്ന 2 ഒലിവ് വൃക്ഷവും 2 നിലവിളക്കുമാകുന്നു. ആരെങ്കിലും അവർക്ക് ദോഷം ചെയ്യുവാൻ ഇച്ഛിച്ചാൽ അവരുടെ വായിൽ നിന്ന് തീ പുറപ്പെട്ട് അവരുടെ ശത്രുക്കളെ ദഹിപ്പിച്ചു കളയും. അവർക്ക് ദോഷം വരുത്തുവാൻ ഇച്ഛിക്കുന്നവൻ ഇങ്ങനെ മരിക്കേണ്ടി വരും. അവരുടെ പ്രവചനകാലത്ത് മഴ പെയ്യാതെ വണ്ണം ആകാശം അടച്ചുകളവാൻ അവർക്ക് അധികാരമുണ്ട്. വെള്ളത്തെ രക്തമാക്കുവാനും ഇച്ഛിക്കുമ്പോഴൊക്കെയും സകല ബാധ കൊണ്ട് ഭൂമിയെ ദണ്ഡിപ്പിപ്പാനും അധികാരമുണ്ട്. അവർ തങ്ങളുടെ സാക്ഷ്യം തികച്ച ശേഷം ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം അവരോട് പടവെട്ടി അവരെ ജയിച്ച് കൊന്നുകളയും. അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ആത്മീകമായി സോദോമെന്നും മിസ്രൈമെന്നും പേരുള്ളതുമായ മഹാനഗരത്തിന്റെ വീതിയിൽ അവരുടെ ശവം കിടക്കും. സകല വംശക്കാരും ഗോത്രക്കാരും ഭാഷക്കാരും ജാതിക്കാരും അവരുടെ ശവം 3.5 ദിവസം കാണും. അവരുടെ ശവം കല്ലറയിൽ വെപ്പാൻ സമ്മതിക്കുകയില്ല. ഈ പ്രവാചകന്മാർ ഇരുവരും ഭൂമിയിൽ വസിക്കുന്നവരെ ദണ്ഡിപ്പിച്ചതുകൊണ്ട് ഭൂവാസികൾ അവർ നിമിത്തം സന്തോഷിച്ച് ആനന്ദിക്കുകയും അന്യോന്യം സമ്മാനം കൊടുത്തയക്കുകയും ചെയ്യും. 3.5 ദിവസം കഴിഞ്ഞ ശേഷം ദൈവത്തിൽ നിന്ന് ജീവശ്വാസം അവരിൽ വന്ന് അവർ കാൽ ഊന്നി നിന്ന് അവരെ കണ്ടവർ ഭയപരവശരായി തീർന്നു. ഇവിടെ കയറി വരുവിൻ എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നത് കേട്ടു. അവർ മേഘത്തിൽ സ്വർഗത്തിലേക്ക് കയറി അവരുടെ ശത്രുക്കൾ അവരെ നോക്കിക്കൊണ്ടിരുന്നു. ആ നാഴികയിൽ വലിയൊരു ഭൂകമ്പമുണ്ടായി. നഗരത്തിൽ 10 ഇടിഞ്ഞുപോയി. ഭൂകമ്പത്തിൽ 7000 പേർ മരിച്ചുപോയി. ശേഷിച്ചവർ ഭയപരവശരായി സ്വർഗത്തിലെ ദൈവത്തിന് മഹത്വം കൊടുത്തു. അപ്പോൾ ആ കാലയളവിൽ നടക്കുന്നതായ ഒരു സംഭവമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ മനസ്സിലാ സംഭവം, ആ പശ്ചാത്തലം ഒന്ന് തെളിഞ്ഞു നിൽക്കണം. എതിർ ക്രിസ്തുവിൻ്റെ ഭരണം ഈ ഭൂമിയിൽ നടക്കുന്നു. ആദ്യത്തെ പകുതി കഴിഞ്ഞു, ഒടുവിലത്തെ പകുതിയിലേക്ക് വന്നിരിക്കുകയാണ്. 2-ാം വാക്യം, ആലയത്തിന് പുറത്തുള്ള പ്രാകാരം അളക്കേതെ വെട്ടുക, അത് ജാതികൾക്ക് കൊടുത്തിരിക്കുന്നു. അവർ വിശുദ്ധ നഗരത്തെ 42 മാസം ചവിട്ടും. അതുവരെയും യഹൂദനെ തോളിലെടുത്ത് നടന്നതായ ഈ മൃഗം, ഈ എതിർ ക്രിസ്തു, യഹൂദനെ താഴെയിട്ട് ചവിട്ടും. ശൂന്യമാക്കുന്ന മ്ലേച്ഛത നിൽക്കരുതാത്ത സ്ഥലത്ത് നിൽക്കുന്നത് കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ, ദാനിയേൽ പ്രവാചകൻ മൂലം അരുളി ചെയ്തതായ പ്രവചനം മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിൽ കർത്താവ് തൻ്റെ മഹത്വ പ്രത്യക്ഷതയ്ക്ക് മുൻപ് ഈ ഭൂമിയിൽ നടക്കുന്നതായ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്. യഹൂദൻ അവൻ്റെ ദൈവാലയം പണിയുന്നത് എതിർ ക്രിസ്തുവിൻ്റെ സഹായത്താൽ ആയിരിക്കും എന്നാണ് ഭൂരിഭാഗം വേദപണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നത്. ഇപ്പോൾ ആ പ്രദേശങ്ങളിലുള്ള എല്ലാവരെയും ഒഴിപ്പിച്ച് എല്ലാം ചെയ്യാൻ നിൽക്കുന്ന ആക്ഷേപ നീക്കങ്ങളെല്ലാം നടക്കുന്നുണ്ട്. ആ ഗസയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം, പലസ്തീനിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഏതാണ്ട് ആ രംഗങ്ങളെല്ലാം രാഷ്ട്രീയമായി അതിനെല്ലാം ഉള്ളതായ പശ്ചാത്തലങ്ങളെല്ലാം ഒരുങ്ങി നിൽക്കുകയാണ്. എന്നാൽ വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്, പ്രവചന വിഷയങ്ങളിൽ നല്ല അറിവുള്ള വേദപണ്ഡിതന്മാരുണ്ട്. ഇന്നിങ്ങനെയുള്ളതായ വിഷയങ്ങളൊന്നും ആളുകൾക്ക് പഠിക്കാനും താല്പര്യമില്ല, പഠിപ്പിക്കാനും താല്പര്യമില്ല. പഠിപ്പിക്കാൻ താല്പര്യമില്ലാത്തത് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ്. ഞാൻ ഈ ദിവസങ്ങളിൽ വെളിപ്പാട് പുസ്തകം അല്പം ഒന്ന് ചിന്തിക്കാനിടയായി. കാരണം ഇവിടെ ഞങ്ങളുടെ ഇവിടെ അടുത്തൊരു ജ്ഞാനായ യാക്കോബ പള്ളിയുണ്ട്. ആഴ്ചയിൽ 2 ദിവസങ്ങളിൽ ഞാനൊരു ബൈബിൾ ക്ലാസ് എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ അച്ഛൻ ആവശ്യപ്പെട്ടു വെളിപ്പാട് പുസ്തകത്തെക്കുറിച്ചൊരു ക്ലാസ് എടുക്കാമോ എന്ന്. ആഴ്ചയിൽ 2 ദിവസം വെളിപ്പാട് പുസ്തകത്തെക്കുറിച്ച് കഴിഞ്ഞ ആഴ്ച മുതൽ ഞാൻ ആ ക്ലാസ് ആരംഭിച്ചു. അപ്പോൾ കൂടുതലായി വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുമ്പോൾ വാസ്തവത്തിൽ സമയമങ്ങ് പോകുന്നത് അറിയുന്നില്ല. എന്ത് ആനന്ദമാണ് ദൈവത്തിൻ്റെ വചനം പഠിക്കാൻ. ദൈവസന്നിധിയിലിരുന്ന് തിരുവചന സത്യങ്ങൾ ഗ്രഹിക്കുമ്പോൾ
ദൈവത്തെ അടുത്തറിയുകയാണ്. ഈ ദൈവം ഇത്ര വലിയവനാണല്ലോ, ഈ ദൈവം എന്തെല്ലാമാണ് എഴുതി തന്നിരിക്കുന്നത്. അത്ഭുതപ്പെട്ടു പോവുകയാണ്. വിശ്വാസം വർദ്ധിക്കുന്നു, പ്രത്യാശ വർദ്ധിക്കുന്നു, ആത്മാവിൽ ഉണരുന്നു, കർത്താവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമോ എന്നുള്ളതായ കൊതി ഇങ്ങനെ വർദ്ധിച്ചു വരുന്നു. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ ഈ എതിർ ക്രിസ്തു യഹൂദനെ ഇട്ട് ചവിട്ടും. യെരൂശലേം ദൈവാലയത്തിന്റെ അതിവിശുദ്ധ സ്ഥലത്ത് അവന്റെ മ്ലേച്ഛ വിഗ്രഹം വയ്ക്കും, അശുദ്ധമാക്കും, ദൈവാലയം അശുദ്ധമാക്കും. അപ്പോഴോ മനസ്സിലാകും, അയ്യോ, തങ്ങൾ കരുതിയിരുന്ന മശിഹായല്ലോ ഇത്. മശിഹായുടെ വരവിന് വേണ്ടി യഹൂദൻ കാത്തിരിക്കുകയാണെന്ന്. തങ്ങളെ വീണ്ടെടുക്കുവാൻ മശിഹായുടെ വരവിന് വേണ്ടി യഹൂദൻ കാത്തിരിക്കുകയാണ്. എന്നാൽ എതിർ ക്രിസ്തു വന്നപ്പോൾ മശിഹായാണെന്ന് കരുതി, പക്ഷേ ഞങ്ങൾക്ക് തെറ്റിപ്പോയല്ലോ എന്നോർത്ത് അവൻ വിലപിക്കുകയാണ്. അപ്പോഴേക്കും രക്ഷപ്പെടാൻ കഴിയാത്തതുപോലെ എതിർ ക്രിസ്തുവിൻ്റെ കുരുക്കിൽ യഹൂദനാകപ്പെടും, പീഡിപ്പിക്കും. ലോകം ഉണ്ടായതു മുതൽ ഇന്നുവരെയും ഉണ്ടായിട്ടില്ലാത്ത വലിയ പീഡനമുണ്ടാകും. അവർ ഓടും, കുന്നുകളിലും മലപ്പാറകളിലും. കുന്നുകളെ ഞങ്ങൾ മൂടുവിൻ, മലപ്പാറകളെ ഞങ്ങൾ മറയ്ക്കുവീൻ, അവർ നിലവിളിക്കും. യാക്കോബിന്റെ കഷ്ടകാലമെന്ന് പഴയ നിയമ പ്രവാചകൻ വിശേഷിപ്പിച്ച ഒരു കാലം അന്നുണ്ടാകും. ആ സമയത്ത്, ആ കാല ദൈർഘ്യമുണ്ട് 42 മാസം 1260 ദിവസം. രണ്ട് ശരിയാണ്. 42 മാസം എന്ന് പറയുന്നത് 3.5 വർഷം. 1260 ദിവസം എന്ന് പറയുന്നത് 3.5 വർഷം. യഹൂദന്റെ കലണ്ടർ 360 ദിവസങ്ങളുള്ള കലണ്ടറാണ്. അപ്പോൾ രണ്ടും കണക്ക് ശരിയാണ്. അവർ വിശുദ്ധ നഗരത്തെ 42 മാസം ചവിട്ടും. അന്ന് ഞാൻ എൻ്റെ 2 സാക്ഷികൾക്ക് വരം നൽകും. അവർ 8 ഉടുത്തും കൊണ്ട് 1260 ദിവസം പ്രവചിക്കും. 2 സാക്ഷികൾ ഈ ഭൂമിയിലേക്ക് വരും. അവർ ഭൂമിയിൽ 1260 ദിവസം പ്രവചിക്കും. അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നവർ ഭൂമിയുടെ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ വിവരിക്കുന്നില്ല. ഓരോന്ന് വിവരിക്കാൻ പോയി കഴിഞ്ഞാൽ സമയം മുന്നോട്ട് പോകുമെന്നുള്ളതുകൊണ്ട് അത് മോശയും ഏലിയാവുമാണെന്ന് വ്യാഖ്യാനിക്കുന്നത് പറയുന്നുണ്ട്. ആയിരിക്കാം, സാധ്യതകളല്ല. ഞാനും വിശ്വസിക്കുക എങ്ങനെയാണ്, ഭൂമിയിലേക്ക് വരുമെന്ന്. ദൈവസന്നിധിയിൽ നിൽക്കുന്നതായ 2 സാക്ഷികൾ ഭൂമിയിലേക്ക് വരും. അവര് യഹൂദന് പറഞ്ഞു കൊടുക്കും, നിങ്ങൾ സാക്ഷാൽ മശിഹായെ കൊന്നുകളഞ്ഞുവെന്ന്. അവർ ധാരാളം അത്ഭുതങ്ങളും അടയാളങ്ങളുമെല്ലാം പ്രവർത്തിക്കുകയും അവർ പറഞ്ഞതെല്ലാം തെളിയിക്കുകയും ചെയ്യും. അങ്ങനെ അവർ നിൽക്കുമ്പോൾ യഹൂദനോട് അവർ മശിഹായെക്കുറിച്ച് പറയും, നിങ്ങൾ കൊന്നത് മശിഹയാണ്, സാക്ഷ്യം പറയും. അവരുടെ വായിൽ നിന്ന് തീ പുറപ്പെട്ടവരെ എതിർക്കുന്നവരെ ദഹിപ്പിച്ച് കളയും. ഇതെല്ലാം നാം കാണുന്നുണ്ട്. ആകാശം അടച്ചു കളയുവാൻ തക്കവണ്ണം അവർക്ക് അധികാരമുണ്ട്. അവർ അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം ചെയ്യും. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ 42 മാസം കഴിയുമ്പോൾ 1260 ദിവസം കഴിയുമ്പോൾ അതിൻ്റെ 7-ാം വാക്യം നമുക്ക് നോക്കിയാൽ 11-ാമത്തെ 7-ാം വാക്യം. അവർ തങ്ങളുടെ സാക്ഷ്യം തികച്ച ശേഷം ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം അവരോട് പടവെട്ടി അവരെ ജയിച്ച് കൊന്നുകളയും. അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ആത്മീയമായി സോദോം എന്നും മിസ്രൈം എന്നും പേരുള്ളതുമായ മഹാനഗരത്തിന്റെ വീതിയിൽ അവരുടെ ശവം കിടക്കും. സകല വംശക്കാരും ഗോത്രക്കാരും ഭാഷക്കാരും ജാതിക്കാരും അവരുടെ ശവം 3.5 ദിവസം കാണും. അവരുടെ ശവം കല്ലറയിൽ വെപ്പാൻ സമ്മതിക്കുകയില്ല. ഈ പ്രവാചകന്മാർ ഇരുവരും ഭൂമിയിൽ വസിക്കുന്നവരെ ദണ്ഡിപ്പിച്ചതുകൊണ്ട് ഭൂവാസികൾ അവർ നിമിത്തം സന്തോഷിച്ച് ആനന്ദിക്കുകയും അന്യോന്യം സമ്മാനം കൊടുത്തയക്കുകയും ചെയ്യും. 3.5 ദിവസം കഴിഞ്ഞ ശേഷം ദൈവത്തിൽ നിന്ന് ജീവശ്വാസം അവരിൽ വന്ന് അവർ കാൽ ഊന്നി നിന്നു.
അവരെ കണ്ടവർ ഭയപരവശരായി തീർന്നു. ഇവിടെ കയറി വരുവിൻ എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നത് കേട്ട് അവർ മേഘത്തിൽ സ്വർഗത്തിലേക്ക് കയറി അവരുടെ ശത്രുക്കൾ അവരെ നോക്കിക്കൊണ്ടിരുന്നു. ഇവരിങ്ങനെ പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം, വെളിപ്പാട് 13 മൃഗത്തെ കുറിച്ച് പറയുന്നുണ്ട്. 10 കൊമ്പും 7 തലയും, കൊമ്പുകളിൽ 10 രാജമുടിയും, തലയിൽ ദൂഷണ നാമങ്ങളുമുള്ള ഒരു മൃഗം സമുദ്രത്തിന് കയറുന്നതിനും കണ്ടു. എതിർ ക്രിസ്തു, ആന്റി ക്രൈസ്റ്റ്. ആന്റി ക്രൈസ്റ്റ്, എതിർ ക്രിസ്തു ഇവരുമായി, മോശയും ഏലിയാവുമായി, 2 സാക്ഷികളുമായി പടവെട്ടി അവരെ ജയിച്ച് അവരെ കൊന്നുകളയും. അവരുടെ ശവം അടക്കുകയില്ല, കല്ലറയിൽ വെക്കുകയില്ല. എതിർ ക്രിസ്തു ഈ 2 സാക്ഷികളോട് പടവെട്ടി അവരെ ജയിച്ച് കൊന്നുകളയും. അവരുടെ ശവം അടക്കുകയില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആ യെരുശലേമിന്റെ വീതിയിൽ കിടക്കുന്നതായ അവരുടെ ശവം ഭൂമിയിൽ എല്ലായിടത്തുമുള്ള സകല ജാതികളും 3.5 ദിവസം അവരവരുടെ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് കാണുമെന്ന് ഓർക്കണം. ഏതാണ്ട് AD 95-96 ആ കാലയളവിലാണ് യോഹന്നാൻ ഈ വെളിപ്പാട് ലഭിക്കുന്നതും വെളിപ്പാട് പുസ്തകം എഴുതുന്നതും. അന്ന് യോഹന്നാൻ വെളിപ്പാട് എഴുതുമ്പോൾ എഴുതിയിരിക്കുകയാണ്, ഈ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലുമുള്ള സകല മനുഷ്യരും 3.5 ദിവസം യെരുശലേമിന്റെ തെരുവീതിയിൽ, യെരുശലേമിന്റെ വീതിയിൽ ഇവരുടെ ശവം കിടക്കുന്നത് കാണുമെന്ന് ഓർക്കണം. ഈ TV കണ്ടുപിടിക്കുന്നതിന് മുൻപ് ഇതൊന്നും മനുഷ്യന് മനസ്സിലാകുന്നൊരു കാര്യമല്ല. എന്തൊക്കെ എഴുതി വച്ചിരിക്കുന്നു, ഇതൊന്നും വിശ്വാസയോഗ്യമല്ല. ഞാൻ പുച്ഛിച്ച് തള്ളി. എന്നാൽ TV കണ്ടുപിടിച്ചപ്പോൾ ആളുകൾക്കൊക്കെ ഏതാണ്ടൊക്കെ മനസ്സിലായി. ഞാൻ ഓർക്കുന്നുണ്ട്, അധികകാലമൊന്നും ആയില്ലല്ലോ, 1986 ഇന്ദിരാഗാന്ധി, ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ച ആ സമയം TV എല്ലാം നമ്മളൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയ കാലമാണ്. അന്ന് ഇന്ദിരാഗാന്ധിയുടെ ആ ശവസംസ്കാര ശുശ്രൂഷകളെല്ലാം, ആ കാര്യങ്ങളെല്ലാം, ആ ചടങ്ങുകളെല്ലാം ഓരോ TV-യുള്ള വീടുകളുടെ മുമ്പിൽ ആളുകളെല്ലാം കൂട്ടത്തോടെ നിന്നുകൊണ്ട് കണ്ടപ്പോൾ അന്ന് സുവിശേഷം പ്രസംഗിക്കുന്നവരെല്ലാം പ്രസംഗിക്കാൻ കേട്ടിട്ടുണ്ട്, ഈ പ്രവചനത്തിന്റെ നിവൃത്തിയാണ് എന്ന്. എന്നാൽ TV കണ്ടുപിടിക്കുന്നതിനൊന്നും മനസ്സിലാകുന്ന കാര്യമായിരുന്നില്ല. എന്നാൽ ഇന്ന് അതിൽ നല്ല എന്തെല്ലാം മാറ്റങ്ങൾ വന്നു. ഇന്ന് യൂട്യൂബ് ലൈവ്, ഞാനിപ്പോൾ ഇവിടെ അമേരിക്കയിൽ നിന്നുകൊണ്ടാണ് പ്രസംഗിക്കുന്നത്. നിങ്ങളവിടെ ഹോളിൽ ഇരുന്നു കൊണ്ട് സ്ക്രീനിൽ ഇത് കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ, ഈ സമയത്ത് തന്നെ സൂമിൽ നിങ്ങൾ ആയിരിക്കുന്നതായ സ്ഥാനങ്ങളിലെല്ലാം ഇത് കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. യൂട്യൂബ് ലൈവ്, ഫേസ്ബുക്ക് ലൈവ് തുടങ്ങി സോഷ്യൽ മീഡിയാസ് എത്രമാത്രം വളർന്നു. ഈ കോവിഡിന് ശേഷം 2020 കോവിഡ് വന്നു. കോവിഡിന് ശേഷം എന്ത് വളർച്ചയാണ് ഉണ്ടായത്. എല്ലാം വളരെ സിമ്പിളായി, ആർക്കും ഉപയോഗിക്കാൻ തക്കവണ്ണം. കയ്യിലൊരു മൊബൈലുണ്ടെങ്കിൽ ആർക്കും എന്തും ആരെയും കാണിക്കാം, ലൈവായിട്ട് കൊടുക്കാം. എന്തെല്ലാം വ്യത്യാസങ്ങൾ വളർന്നു, എന്തുമാത്രം വളർന്നു. എന്നാൽ ഇനിയും വരും കാലത്ത് ഈ രംഗത്തെല്ലാം എന്തെല്ലാം വ്യത്യാസങ്ങൾ വരും, ഇതെല്ലാം മുൻകൂട്ടി പറഞ്ഞിരിക്കുന്നു. എത്ര അത്ഭുതമാണ് ദൈവവചനം, എത്ര അത്ഭുതമാണ് ഇതെല്ലാം മുൻകൂട്ടി പറഞ്ഞിരിക്കുന്നു. എല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ലോകത്തുള്ള സകല മനുഷ്യരും ലൈവായിട്ട് ഇവരുടെ ഡെഡ് ബോഡി ഇങ്ങനെ യെരുശലേമിന്റെ തെരുവീതിയിൽ കിടക്കുന്നത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് ജീവശ്വാസം അവരിൽ വന്ന് അവർ കാലൂന്നി എഴുന്നേറ്റ് നിൽക്കും. ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാവരും ഭയന്ന് വിറയ്ക്കും. അങ്ങനെ എല്ലാവരും ഞെട്ടിപ്പോകും. എല്ലാവരും ഭയന്ന് വിറയ്ക്കുമ്പോൾ ഇവിടെ കയറി വരുവനെന്ന് സ്വർഗത്തിൽ നിന്ന്
ഒരു മഹാശബ്ദം പറയുകയും അവർ എല്ലാവരും നോക്കിക്കൊണ്ട് നിൽക്കെ മേഘത്തിൽ സ്വർഗത്തിലേക്ക് കയറി പോവുകയും ചെയ്യും. അവർ നോക്കിക്കൊണ്ടിരിക്കുന്നവരെല്ലാവരും ഞെട്ടിപ്പോകും. ഇതെല്ലാം കാണുമ്പോൾ ഇസ്രായേൽ പറയും, ഇവർ പറഞ്ഞതെല്ലാം സത്യമാണ്. അവർ കൂട്ടമായി മാനസാന്തരപ്പെടും. യഹൂദന്മാർ കൂട്ടമായി മാനസാന്തരപ്പെടുക. അന്ന് യഹൂദന് മാത്രം യേശുക്രിസ്തുവിൻ്റെ കാൽവറി മരണം പ്രയോജനപ്പെടും, വേറെ ആർക്കില്ല. യഹൂദന് മാത്രം യേശുക്രിസ്തുവിൻ്റെ കാൽവറി മരണം പ്രയോജനപ്പെടും. അന്ന് അവർ കുത്തിയവങ്കലേക്ക് നോക്കും. സമയം കടന്നുപോയില്ല. നമുക്ക് സഖരിയാവ് 12:9 മുതൽ 14 വരെ ഒന്ന് പെട്ടെന്ന് വായിക്കാം. സഖരിയാവ് 12:9 മുതൽ 14 വരെ. ഞാൻ ആ തേജസ്സിൻ്റെ സിംഹാസനം സ്ഥാപിക്കുന്ന ഈ ചെറിയവരിലൊരുത്തൻ ആരാണ് എന്ന് മനസ്സിലാകണമെങ്കിൽ, ഇടത്തുള്ളവരാരാണ് വലത്തുള്ളവരാരാണ് എന്ന് മനസ്സിലാകണമെങ്കിൽ, ഒരു പാനപാത്രം വെള്ളം കൊടുത്ത് പ്രതിഫലം നേടുന്നവരാരാണെന്ന് മനസ്സിലാകണമെങ്കിൽ, പലരും കരുതിയിരിക്കുന്നത് നമ്മളെ സഭ അവിടെ ഇല്ല, സഭ ആ രംഗങ്ങളിൽ ഈ ചെറിയവരിൽ ഒരുത്തനോ അല്ലെങ്കിൽ വലത്തുള്ളവരോ ഇടത്തുള്ളവരോ സഭയിലുള്ളവരല്ല. സഭ ക്രിസ്തുവിനോടുകൂടെ ന്യായം വിധിക്കാനിരിക്കുകയാണ്. മണവാട്ടിയായി രാജ്ഞി പദത്തിൽ രാജാവിനോട് കൂടെ ഇരിക്കുകയാണ് സഭയെന്ന്. ആരാണ് ഈ ചെറിയവരിലൊരുത്തെന്ന് നാം മനസ്സിലാകണമെങ്കിൽ ഈ കാര്യം ഗ്രഹിച്ചേ പറ്റൂ എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അല്പം വിശദമായി ചിന്തിക്കാൻ ആരംഭിച്ചത്. നമുക്ക് വായിക്കാം. സഖരിയാ പ്രവാചന പുസ്തകം 12-ാം അധ്യായം 9 മുതൽ 14 വരെയുള്ളതായ വാക്യങ്ങൾ. അന്നാളിൽ ഞാൻ യെരൂശലേമിന്റെ നേരെ വരുന്ന സകല ജാതികളെയും നശിപ്പിപ്പാൻ നോക്കും. ഞാൻ ദാവീദ് ഗൃഹത്തിന്മേലും യെരൂശലേം നിവാസികളുടെ മേലും കൃപയുടെയും യാചനകളുടെയും ആത്മാവിനെ പകരും. തങ്ങൾ കുത്തിയിട്ടുള്ളവെങ്കിലേക്ക് അവർ നോക്കും. ഏകജാതനെ കുറിച്ച് വിലപിക്കുന്നത് പോലെ അവർ അവനെക്കുറിച്ച് വിലപിക്കും. ആദ്യജാതനെ കുറിച്ച് വ്യസനിക്കുന്നത് പോലെ അവർ അവനെക്കുറിച്ച് വ്യസനിക്കും. അന്നാളിൽ മെഗിദ്ദോ താഴ്വരയിലുള്ള ഹദദ് റിമ്മോനിലെ വിലാപം പോലെ യെരൂശലേമിൽ ഒരു മഹാവിലാപം ഉണ്ടാകും. ദേശം കുലം കുലമായി വെവ്വേറെ വിലപിക്കും. ദാവീദ് ഗൃഹത്തിന്റെ കുലം പ്രത്യേകവും അവരുടെ സ്ത്രീജനം പ്രത്യേകവും, നാഥാൻ ഗൃഹത്തിന്റെ കുലം പ്രത്യേകവും അവരുടെ സ്ത്രീജനം പ്രത്യേകവും, ലേവി ഗൃഹത്തിന്റെ കുലം പ്രത്യേകവും അവരുടെ സ്ത്രീജനം പ്രത്യേകവും, ശിമയി കുലം പ്രത്യേകവും അവരുടെ സ്ത്രീജനം പ്രത്യേകവും, ശേഷിച്ചിരിക്കുന്ന കുലങ്ങളൊക്കെയും അതത് കുലം പ്രത്യേകവും അവരുടെ സ്ത്രീജനം പ്രത്യേകവും വിലപിക്കും. ഒരു വാക്കുകൂടെ പ്രാർത്ഥിക്കാൻ നമ്മുടെ കണ്ണുകളിൽ അടയ്ക്കാം. ഈ പ്രവാചകന്മാർ ശബ്ദിച്ചതായ ശബ്ദം സ്വർഗത്തിൻ്റെ ശബ്ദമെന്ന് യഹൂദൻ തിരിച്ചറിഞ്ഞ് നിങ്ങൾ മശിഹായെ ക്രൂശിച്ചു എന്നവർ പറഞ്ഞു കൊടുക്കുമ്പോൾ, അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും അവരുടെ മുമ്പിൽ തെളിയിച്ചു കൊടുക്കുമ്പോൾ, എല്ലാവരും നോക്കി നിൽക്കെ 3.5 ദിവസം യെരൂശലേമിൻ്റെ തെരുവിൽ കിടന്ന ആ സാക്ഷികളുടെ ശരീരം ദൈവത്തിൽ നിന്ന് ജീവശ്വാസം വന്ന് കാലൂന്നി എഴുന്നേറ്റ് ഇവിടെ കയറി വരിക എന്നുള്ളതായ സ്വർഗ ശബ്ദത്തിന് മുമ്പിൽ മേഘങ്ങളിൽ അവരെടുക്കപ്പെടുമ്പോൾ യഹൂദൻ കാര്യങ്ങൾ മനസ്സിലാകും. അന്നാളിൽ അവർ കുത്തിയെങ്കിലേക്ക് നോക്കും. ഏകജാതനെ കുറിച്ച് വിലപിക്കുന്നത് പോലെ അവർ വിലപിക്കും. അവരുടെ പാപത്തെ ഓർത്ത് വിലപിക്കും. ഞങ്ങൾ മശിഹായെ കുത്തിയല്ലോ എന്നോർത്ത് സ്ത്രീജനം പ്രത്യേകവും ഓരോരുത്തരും കുലം കുലമായി വിലപിക്കും. ആ വിലാപം സ്വർഗം കേട്ട് ക്രിസ്തു തൻ്റെ സകല വിശുദ്ധന്മാരുമായി യഹൂദന് വേണ്ടി ഇറങ്ങി വരുന്ന മഹത്വ പ്രത്യക്ഷത. കർത്താവെ, നിന്റെ വചനങ്ങൾ കേൾക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ ഈ നാളിന് വേണ്ടി ഒരുങ്ങുവാൻ അന്ന് അവിടുത്തെ വലത്ത് ഭാഗത്ത് അവിടുത്തെ തിരുസന്നിധിയിൽ കർത്താവെ നിന്നോടുകൂടെ ഞങ്ങളുമായിരിക്കാൻ തക്കവണ്ണം ആ വിശുദ്ധന്മാരുടെ നിരയിൽ കർത്താവെ ഞങ്ങളെ ഇരുത്തുവാൻ തക്കണം ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമേൻ.